Hi friends, T-Square പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് Canon 1500D എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറയുടെ ഇതിൻ്റെ ബട്ടൺസ്, കൺട്രോൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിനെ കുറിച്ചും ഇതിൽ എങ്ങനെയൊക്കെയാണ് എക്സ്പോഷർ ആംഗിൾ സെറ്റിങ്സ് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ലെവലിലുള്ളൊരു റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കാം, വേണ്ടവർക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അത്രയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ക്യാമറയുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെൻസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലെൻസിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ ലെൻസ് ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അത് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിക്കോണിനും സോണിക്കൊക്കെ സെയിം ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. പക്ഷേ ഇതിന് മാത്രം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൽ ലോക്ക് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, അതാണ് ഈ ഒരു ക്യാനോണിൻ്റെ ക്യാമറകളുടെ പ്രത്യേകത പൊതുവേ കാണാറുള്ളത്. ഇതിൻ്റെ ലെൻസിലൊന്നും നമുക്കധികം പറയാനില്ല. നമുക്ക് ഈ ലെൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടിരിക്കുന്ന ലെൻസ് പറയുന്നത് 1.8 50mm ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മാനുവൽ ഫോക്കസ്, ഓട്ടോ ഫോക്കസ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ AF ഇലുമിനേറ്ററാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഓട്ടോ ഫോക്കസ് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലുമിനേറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഷട്ടർ റിലീസ് ചെയ്യുന്ന ബട്ടൺ, തൊട്ടടുത്തായിട്ടൊരു ഡയൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഡിഫാൾട്ടായിട്ടുള്ള നമുക്ക് സാധാരണ ഷട്ടർ സ്പീഡാണ് വരാറ്. ബൈ ഡിഫാൾട്ട് ഷട്ടർ സ്പീഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡയലാണ് ആക്ച്വലി ഈ ഒരു ഡയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ക്യാമറയുടെ വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഫംഗ്ഷനായിട്ട് നമുക്ക് ഷട്ടർ ബട്ടൺ അടുത്ത് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ സാധിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലാഷ് പോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ളത്. ഫ്ലാഷ് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് പോപ്പ് ചെയ്യുന്ന ഒരു ബട്ടണാണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ, ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ ഓൺ ഓഫ് ബട്ടണാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ. തൊട്ട് ലെഫ്റ്റിലായിട്ട് മോഡ് ഡയൽ വന്നിട്ടുണ്ട്. മോഡ് ഡയൽ നോക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡ്സ് നമുക്ക് ഈ ഒരു മോഡ് ഡയലിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ മാനുവൽ മോഡ്, അപ്പേർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ്. ഈ AV TV എന്നൊക്കെ പറഞ്ഞാൽ അപ്പേർച്ചർ പ്രയോറിറ്റി. TV മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി സോണി നിക്കോണിലൊക്കെ തന്നെ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ പ്രയോറിറ്റിയാണ്. S എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ക്യാനോണിൽ മാത്രം TV എന്ന് പറഞ്ഞാൽ എന്താണ് ഷട്ടർ പ്രയോറിറ്റിയാണ്. സോ ഇവിടെ S എന്നല്ല TV എന്നാണ് എഴുതുക. AV എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ആണ്, അപ്പേർച്ചർ പ്രയോറിറ്റിയാണ്. M മാനുവൽ എക്സ്പോഷർ, പിന്നെ പ്രോഗ്രാം മോഡ്. പിന്നെ A+ പറഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് മോഡ്, ഗ്രീൻ കളറിലുള്ള ഈ ഒരു മോഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് മോഡാണ്. തൊട്ട് താഴെ നോ ഫ്ലാഷ് മോഡ്. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ DSLR ക്യാമറകളിലെ മോഡുകളെക്കുറിച്ച്, ഓട്ടോമാറ്റിക് മോഡുകളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ പറഞ്ഞതാണ്. അതുകൂടാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ മാനുവൽ മോഡുകളെക്കുറിച്ചും ഒരു സെമി മാനുവൽ ആയിട്ടുള്ള മോഡുകളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ്, ഓരോ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ടതായിട്ടില്ല. പിന്നെ മോഡലിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഓരോരോ മോഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോർട്രേറ്റിന് പറ്റിയ മോഡ് വന്നിട്ടുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ ക്ലോസപ്പ്, സ്പോർട്സ് മോഡ്, ഫുഡ് മോഡ്, പിന്നെ വീഡിയോ മോഡ്, സെപ്പറേറ്റ് ഒരു വീഡിയോ മോഡാണ് അവസാനമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഡിഫറൻറ്റ് കേപ്പബിലിറ്റീസ് ഉള്ള ഡിഫറൻറ്റ് മോഡ്സ് അടങ്ങുന്ന ഒരു മോഡാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. നമ്മുടെ വ്യൂ ഫൈൻഡറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ്. 95% കവറേജ് തരുന്ന ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ. തൊട്ടടുത്തായിട്ട് അതിൻ്റെ ഒരു ഡയോപ്റ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയൽ വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂ ഫൈൻഡറും ഡിസ്പ്ലേയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. വ്യൂ ഫൈൻഡറും ഡിസ്പ്ലേ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിക്കോൺ ക്യാമറയിൽ ഇവിടെ ഒരു ഡയൽ ഇങ്ങനെ പിന്നിക്ക് വലിക്കുന്നതായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ബട്ടൺ നേരിട്ട് ക്ലിക്ക് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പോഷർ കോമ്പൻസേഷൻ, പിന്നെ ഒരു ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ബട്ടൺസ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഡിസ്പ്ലേ ബട്ടൺ, പിന്നെ ISO മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ. തൊട്ട് ലെഫ്റ്റിലായിട്ട് നമുക്ക് 2 മോഡുകളുണ്ട്. ടൈമർ മോഡിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഡ്രൈവ് മോഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അഥവാ കണ്ടിന്യൂസിലൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് AF കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ, വൈറ്റ് ബാലൻസ് ബട്ടൺ, മെനു, പ്ലേ ബാക്ക് ബട്ടൺ എന്നിങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ സിമ്പിളായിട്ടുള്ള ബട്ടൺസ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ, നമ്മുടെ ഫോട്ടോ സൂം ചെയ്യുന്നതിന് സൂം ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്യാമറ പറഞ്ഞു ടച്ച് സ്ക്രീൻ അല്ല. സോ നമുക്ക് ഈ ബട്ടൺസിൻ്റെ ഫംഗ്ഷനാലിറ്റി ഒക്കെ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ. ഇത്രയാണ് ഈ ഒരു ഭാഗത്തെ ബട്ടൺസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ റൈറ്റ് സൈഡിലൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാനോണിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. നമ്മുടെ 3 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ടച്ച് സ്ക്രീൻ അല്ല, ഫിക്സ്ഡ് ആണ്. നമുക്ക് തിരിക്കാനും വളയ്ക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അത്രയാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മുകളിൽ ഭാഗത്തായിട്ട് നമ്മുടെ ഹോട്ട് ഷൂ വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലാഷിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കർ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ സെൻസറിൻ്റെ പൊസിഷൻ നോക്കുന്നതിനുള്ളൊരു സിമ്പിൾ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഈ ഭാഗത്താണ് സെൻസർ വന്നിട്ടുള്ളത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫറൻറ്റ് പോർട്ടുകൾ ഇവിടെ നമ്മുടെ NFC-യുടെ നിയർ ഫീൽഡ് കണക്ടിവിറ്റിയുടെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ USB കണക്ടിവിറ്റിക്കുള്ള ഒരു പോർട്ട്, HDMI പോർട്ട്, തൊട്ടുള്ളതാണെങ്കിൽ പോർട്ടുകളെ കുറിച്ചൊക്കെ തന്നെ അത്രയാണ് പറയാനായിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, വേറെ ഒന്നും അധികം കാര്യമായിട്ട് പറയാനില്ല. താഴത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോട്ട് ഷൂ മൗണ്ട്, നമ്മുടെ ട്രൈപോഡ് മൗണ്ട് നമുക്ക് ഈ താഴെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്.
ഇനി മെമ്മറി കാർഡ് സ്ലോട്ടും ബാറ്ററിയൊക്കെ ഒന്നിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ബാറ്ററി ഇടുന്ന സ്ഥലത്ത് തന്നെയാണ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നിക്കോൺ D5600 ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലത്താണ് നമ്മുടെ ഇതുള്ളത്. നമ്മുടെ മെമ്മറി കാർഡ് സ്ലോട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. എനിക്കതാണ് ഒന്നുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളൊരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മെമ്മറി കാർഡ് ആക്സസിബിൾ ആക്കാനും ഒക്കെ തന്നെ നല്ലത് മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഒട്ടുമിക്ക പ്രൊഫഷണൽ ക്യാമറകളിൽ അങ്ങനെ തന്നെയാണ്, ബാറ്ററിയുടെ കൂടെ അല്ല മെമ്മറി കാർഡ് വരാറ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ക്യാമറയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബട്ടൺസിനെ കുറിച്ചും കൺട്രോൾസിനെ കുറിച്ചും പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻ്റർഫേസുകളെ അതിൻ്റെ ഒരു ഇൻ്റർഫേസിനെ കുറിച്ചും അതിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തു. നമ്മൾ ഈ ഇട്ടിരിക്കുന്നത് മാനുവൽ മോഡിലാണ്. നമ്മളിപ്പോൾ ബാക്കി മോഡുകളെ കുറിച്ചൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയൊക്കെയാണ് മോഡിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് മാനുവൽ മോഡാണ്. മാനുവൽ മോഡിൽ അത്യാവശ്യം നമുക്ക് എല്ലാ സെറ്റിങ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ കാര്യം നമുക്ക് നോക്കാം. എക്സ്പോഷർ ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എക്സ്പോഷർ ട്രയാങ്കിൾ നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എക്സ്പോഷർ ട്രയാങ്കിളിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എക്സ്പോഷർ ട്രയാങ്കിളിലെ ഭാഗങ്ങളായിട്ടുള്ള ഷട്ടർ സ്പീഡ് എങ്ങനെ നമുക്ക് ഷട്ടർ സ്പീഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡയൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഷട്ടർ ബട്ടണിനോട് അടുത്തുള്ള ഡയൽ ക്ലിക്ക് ചെയ്യുന്നത്, ഈ ഡയൽ സ്ക്രോൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഷട്ടർ സ്പീഡ് മാറുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മാറ്റുകയാണെങ്കിൽ മാറും. അല്ലെങ്കിൽ തന്നെ ബൈ ഡിഫാൾട്ട് ഈ ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതാണ് പ്രത്യേകത. ഇവിടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അപ്പേർച്ചർ അത് ഇവിടെ വന്നിട്ട് നമ്മൾ ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പേർച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ AV മോഡ് അല്ലെങ്കിൽ അപ്പേർച്ചർ പ്രയോറിറ്റി മോഡ് ആണെങ്കിൽ ഇവിടെ AV എന്ന് എഴുതിയിട്ടൊരു ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഡയൽ തിരിച്ചാലും അപ്പേർച്ചർ മാറുന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ അപ്പേർച്ചറിനെ കുറിച്ച് പറയാനായിട്ടുള്ള അടുത്ത ISO, മൂന്നാമത്തെ എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ISOയുടെ കാര്യമാണ് പറയുന്നത്. ISO നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. 100 മുതൽ 6400 വരെ, പിന്നെ നമുക്ക് 12800 ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ISO റേഞ്ചുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് എക്സ്പോഷർ കോമ്പൻസേഷൻ്റെ കാര്യം. എക്സ്പോഷർ കോമ്പൻസേഷൻ പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പോഷറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. +or-5 വരെ 5 സ്റ്റോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. എക്സ്പോഷർ കോമ്പൻസേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. അതിനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഡയൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകം കണ്ടില്ലേ. ഈ രീതിയിൽ നമുക്ക് ഡയൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നോക്കുന്നത് ഫ്ലാഷ് കോമ്പൻസേഷൻ്റെ കാര്യം. ഫ്ലാഷിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലാഷ് കോമ്പൻസേഷൻ. അതിൻ്റെ കാര്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. തൊട്ട് താഴത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ടുള്ളത് പിക്ചർ പ്രൊഫൈലിൻ്റെ കാര്യമാണ്. പിക്ചർ പ്രൊഫൈൽ അല്ലെങ്കിൽ പിക്ചർ സ്റ്റൈൽ എന്ന് പറയാൻ സാധിക്കും. പിക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പിക്ചർ സ്റ്റൈലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്, സ്റ്റാൻഡേർഡ്, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ന്യൂട്രൽ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള നമുക്ക് പിക്ചർ സ്റ്റൈൽസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിൾ ആയത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്, റിസൾട്ടുകൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കി പിക്ചർ പ്രൊഫൈലിൻ്റെ കാര്യം പറഞ്ഞു. പിക്ചർ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണാനായിട്ട് സാധിക്കുന്നത് പിക്ചർ പ്രൊഫൈലിന് തൊട്ടടുത്തായിട്ട് കാണുന്നത് വൈറ്റ് ബാലൻസിൻ്റെ കാര്യമാണ്. വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൈറ്റ് ബാലൻസിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വൈറ്റ് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു. ഓട്ടോ വൈറ്റ് ബാലൻസ് നമുക്ക് പല രീതിക്കനുസരിച്ചിട്ട് നമ്മുടെ കെൽവിൻ വാല്യൂ നോക്കിയിട്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ലൈറ്റിംഗ് സോഴ്സിനനുസരിച്ചിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ തൊട്ട് റൈറ്റിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഓട്ടോ കറക്ഷൻ ഇമേജ് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും. അത് നമ്മുടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഓട്ടോമാറ്റിക് ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ കാനോൺ ക്യാമറകളിൽ പൊതുവേ കാണാറുണ്ട്. ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിക്കൊണ്ട് അത് കറക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ ലെവൽ കൂട്ടാൻ ലോ സ്റ്റാൻഡേർഡ് ഹൈ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു കറക്ഷൻ്റെ ലെവൽ കൂട്ടുന്നതിന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ റൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലാഷിൻ്റെ കാര്യം, ഫ്ലാഷ് സംബന്ധിച്ചുള്ള സെറ്റിങ്സ്, റേസ് ദ ബിൽറ്റ് ഇൻ ഫ്ലാഷ് നമുക്ക് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ. തൊട്ട് താഴത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ഇമേജിൻ്റെ സൈസാണ് വന്നിട്ടുള്ളത്. ഇമേജ് സൈസും ക്വാളിറ്റിയും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇമേജ് സൈസും ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നിക്കോണിൻ്റെ ടേംസിലാണ് പറഞ്ഞതെങ്കിലും ഏകദേശം സിമിലർ ആണ്, അത് കണ്ടവർക്ക് അറിയുണ്ടാവും. സോ നമുക്ക് ലാർജ്, നമ്മുടെ മീഡിയം, സ്മോള്, പിന്നെ S1 S2 അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് റോ പ്ലസ് ലാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ S1 കണ്ടില്ലേ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത് ഓരോ സൈസിനനുസരിച്ചിട്ട് മാറുന്നതിനനുസരിച്ചിട്ടുള്ളതാണ്. A4 സൈസ് സ്റ്റാൻഡേർഡ് JPEG ഫോർ A4 സൈസ് പ്രിൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന JPEG. ഇവിടെ നോക്കുകയാണെങ്കിൽ A4 സൈസ് പ്രിൻറ്റിന് വേണ്ടി ഹൈ ക്വാളിറ്റി, ഇവിടെ ഹൈ ക്വാളിറ്റിയാണ്, ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഇത് നോക്കുകയാണെങ്കിൽ S2 നോക്കുകയാണെങ്കിൽ 2.5 മെഗാപിക്സലുള്ള ഇമേജസ്, പിന്നെ അതിൻ്റെ സൈസ് ഓറിയൻറ്റേഷൻ സൈസൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേത് വാങ്ങിച്ചെടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് തൊട്ടടുത്തായിട്ട് ഇമേജ് ക്വാളിറ്റിയുടെ കാര്യം റോ പ്ലസ് ലാർജാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജ് ക്വാളിറ്റി എന്നുള്ളത് പറയുന്നത്. നമുക്ക്
വേണമെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, റോയും ലാർജും ഇട്ടിട്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് നമ്മുടെ ഇമേജ് സൈസിൻ്റെ കാര്യവും പിന്നെ ക്വാളിറ്റിയുടെ കാര്യമാണ് ഈ ഒരു സെറ്റിങ്സിൽ വന്നിട്ടുള്ളത്. അധികം സംസാരിക്കാനില്ല, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കേസുകളാണ് അതൊക്കെ തന്നെ. സോ അത്രയാണ് വന്നിട്ടുള്ളത്. ഇത്രയും സെറ്റിങ്സ് ആണ്. പിന്നെ തൊട്ട് റൈറ്റിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മീറ്ററിംഗ് മോഡ് കാണാനുണ്ട്. മീറ്ററിംഗ് മോഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവാലുവേറ്റഡ് മീറ്ററിംഗ്, പാർഷ്യൽ മീറ്ററിംഗ്, സെൻറ്റർ വെയ്റ്റഡ് മീറ്ററിംഗ് എന്നിങ്ങനെ 3 മീറ്ററിംഗ് മോഡുകൾ. നമ്മുടെ ഫോക്കസിങ് സംബന്ധമായിട്ടുള്ള ഇതാണ് ബ്രൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ടും പിന്നെ എത്രത്തോളം ഒബ്ജക്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്ത് വരുത്തുന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മുടെ മീറ്ററിംഗ് മോഡുകൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് ലെഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ കാര്യം, നമ്മുടെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിംഗിൾ ഫ്രെയിം, കണ്ടിന്യൂസ്, പിന്നെ സെൽഫ് ടൈമർ, അങ്ങനത്തെ സെറ്റിങ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ ഷോട്ട് ഓട്ടോ ഫോക്കസിൻ്റെ സെറ്റിങ്സ്, AF ഓപ്പറേഷൻ എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. വൺ ഷോട്ട്, AI ഫോക്കസ്, AI സെർവോ എന്നിങ്ങനെ 3 ഓട്ടോ ഫോക്കസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, അത്രയാണ് ഈ ഒരു ക്യാമറയുടെ സെറ്റിങ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. വേറെ അപ്പോൾ ഇതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് നിക്കോൺ നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിൾ, പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് മോഡ്സ്, നമ്മുടെ ഷട്ടർ പ്രയോറിറ്റി, അപ്പേർച്ചർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ മാനുവൽ മോഡിൻ്റെ കാര്യവും നമ്മുടെ ഇൻ ടേംസ് ഓഫ് നിക്കോൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസ് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് നമ്മളിവിടെ ഒരു കാർഡ് കൊടുക്കുക അതിൻ്റെ. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ആ 4 വീഡിയോകളായിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നമുക്കൊരു അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യം മനസ്സിലാക്കേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു 4 വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇപ്പോൾ ഇമേജ് ക്വാളിറ്റിയുടെ കാര്യമാണെങ്കിലും നമ്മുടെ റോ എങ്ങനെയൊക്കെയാണ്, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വൈറ്റ് ബാലൻസിൻ്റെ എക്സ്പ്ലനേഷൻ, അങ്ങനത്തെ ഇതിൽ ഉള്ള നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൻ്റെ തന്നെ നല്ല രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ആ 4 വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ കയറിയിട്ട് ചെക്ക് ചെയ്യുക. അതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാതിരിക്കില്ല. ഓക്കെ, അത്രയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ഈ ഒരു ഇതിൻ്റെ മാനുവൽ മോഡലിലെ സെറ്റിങ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ ബാക്കി സെറ്റിങ്സിനൊക്കെ തന്നെ മാനുവൽ മോഡിൽ പറഞ്ഞാൽ അറിയാലോ, ഇതൊരു ലെവലിൽ പറഞ്ഞാൽ മതി. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാനുവൽ മോഡിൻ്റെ കാര്യം പറഞ്ഞു. ബാറ്ററിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജിൻ്റെ കാര്യം. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഫോട്ടോ നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ റോ പ്ലസ് ലാർജിൽ ഈ ഒരു മെമ്മറി കാർഡിൽ എത്ര ഫോട്ടോ കൊള്ളുന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിലായിട്ട് കാണാനായിട്ട് സാധിക്കുക. സോ ഇതിൻ്റെയൊക്കെ കൺട്രോളിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ വളരെ സിമ്പിളായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ക്യാമറ തന്നെയാണ് Canon 1500D എന്ന് പറയുന്നത്. നിക്കോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ആദ്യം ഉപയോഗിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടും തോന്നും. ഓക്കെ, Canon എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാം സ്ട്രേറ്റ് ഫോർവേഡാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല യൂസർ ഇൻ്റർഫേസ് ഒക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിലുള്ള യൂസർ ഇൻ്റർഫേസാണ് Canon ക്യാമറയ്ക്കുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു ക്യാമറയുടെ ഇൻ്റർഫേസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് നമ്മുടെ Canonൻ്റെ ഔട്ടർ ആയിട്ടുള്ള അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബട്ടൺസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിനെ കുറിച്ചാണ് പറഞ്ഞത്. Canon ക്യാമറകളിൽ ഒട്ടുമിക്ക ക്യാമറകളിലും ഏകദേശം സിമിലർ ഇൻ്റർഫേസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരാറുള്ളൂ. സോ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ ഇൻ്റർഫേസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് Canon 1500D എന്ന് പറഞ്ഞ ക്യാമറയുടെ കൺട്രോൾസിനെ കുറിച്ചും അതിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്പോഷർ ആംഗിൾ കൺട്രോൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിതിൻ്റെ ബട്ടൺസ് കൺട്രോൾസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അറിയുന്ന പോലെയൊക്കെ തന്നെ തീർച്ചയായും കാണാം. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.